ഇന്നലെ വലിയ പ്രതിഷേധമാണ് ഈ എറണാകുളം മലയംതുരുത്തിൽ നമ്മൾ കണ്ടത്. ഈ കുടിയൊഴിപ്പിക്കൽ രാഷ്ട്രീയ വിഷയമായി ഉയർത്താനാണ് CPM-ന്റെ ഒരു നീക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് അടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. വിവരങ്ങൾ AT അശ്വതിയോട് ചോദിക്കാം. AT അശ്വതി, ഇന്നലെ നമ്മൾ കണ്ടത് വലിയ പ്രതിഷേധമാണ്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തും 15 തവണ ഈ കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ്. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അനുസരിച്ചാണ് ഇന്നലെ പോലീസൊക്കെ പെരുമാറിയത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇത് CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. അശ്വതി, തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് CPM ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഒരു വീണ് കിട്ടിയ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് CPM ഇതിനെ കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുൻ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് മലയിടംതുരുത്തിൽ 10 മണിക്ക് ഈ പ്രതിഷേധം, പോലീസ് നടപടിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതിൽ പോലീസിന്റെ ഒരു ഭാഷ്യം, ഇത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇവരെ ഒഴിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം. ആ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വലിയ പോലീസ് നടപടിയിലേക്ക് കടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ അഭിഭാഷക കമ്മീഷൻ അടക്കം സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ ഇത്തരം ഒരു സംഭവം ഇതിനു മുൻപും നിരവധി തവണ 13 തവണയോളം ഇത്തരത്തിൽ മലയിടംതുരുത്തിലെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് പോയപ്പോഴും നയപരമായിട്ടാണ് CPM ഇക്കാര്യത്തിൽ, അതായത് ഒരു ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ചർച്ച ചെയ്തൊക്കെയാണ് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരുന്നത്, LDF സർക്കാർ പരിഹരിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് CPM-ന്റെ ഒരു ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. ഇതിൽ ഇന്നലെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാനാണ് CPM ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ അവിടെ ഒരാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു കാര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഈ ജലപീരങ്കി അടക്കം കൊണ്ടുവന്നത് എന്നതാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലോടുകൂടിയാണ് ഇക്കാര്യത്തിൽ ഒരു പോലീസ് നടപടി നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. ഇനി എന്താകും ഇതിൽ UDF സർക്കാർ ചെയ്യുന്നത് എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇതൊരു ദളിത് കോളനി ആയതുകൊണ്ട് തന്നെ ഇതൊരു ദളിത് വിഷയമായിട്ട് ഉയർത്തി കാണിക്കാനാണ് CPM ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ അടക്കം കൊണ്ടുവരാനുള്ള ഒരു നീക്കവും CPM-ന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ UDF മന്ത്രിസഭ അധികാരമേറ്റ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM-ന് വീണ് കിട്ടിയ ഒരു ആയുധമാണ് തീർച്ചയായും ഈ മലയിടംതുരുത്ത് വിഷയം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പരമാവധി പ്രയോജനപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് CPM കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട ജില്ലാ SP-യോട്, റൂറൽ SP-യോട് ഈ കാര്യത്തിൽ എറണാകുളം റേഞ്ച് IG വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി.